പരീക്ഷയോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും കുറേ ദിവസങ്ങളായിട്ട് നടന്നു വരുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം നമുക്കറിയാം കീം എക്സാമിൻ്റെ റിസൾട്ടിന് ശേഷമാണ് പ്രോസ്പെക്ടസിലുള്ള നമ്മുടെ വെയിറ്റേജ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ വെയിറ്റേജിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം കൊണ്ടുവരികയുണ്ടായി. ഇത്രയും കാലം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് 1:1:1 എന്നുള്ള രീതിയിലായിരുന്നു വെയിറ്റേജ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എങ്കിൽ ഇപ്രാവശ്യം എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വെയിറ്റേജ് മാത്സിന് 5 ആൻഡ് ഫിസിക്സിന് 3, കെമിസ്ട്രിക്ക് 2 എന്ന രീതിയിൽ 5:3:2 ആയിട്ട് മാറ്റുകയുണ്ടായി. അത് ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കുകയും അതേപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഇക്വേഷനിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ CBSE കുട്ടികൾക്കും അതുപോലെ തന്നെ കീം എഴുതിയിട്ടുള്ള ഒരുപാട് പേർക്ക് അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും അതിനെതിരെ കേസ് പോവുകയും, അതായത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന വിവരങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീം പരീക്ഷയുടെ ഫലം റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെയിറ്റേജിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിയമപരമല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടിലും റാങ്കിലും വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഈ 5:3:2 എന്ന് പറയുന്ന ഈ ഒരു രീതി മാറ്റേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, 3 സബ്ജക്ട്സിനും ഒരേപോലെയുള്ള രീതിയിലാണ് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മുമ്പ്. പക്ഷേ ഇപ്രാവശ്യം ഈ വെയിറ്റേജിൽ ചേഞ്ച് ഉണ്ടാവും. മാത്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് റാങ്കിൽ മുന്നോട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നം വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കീമിൻ്റെ എക്സാം റിസൾട്ടും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ +2ൻ്റെ റിസൾട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഇവരുടെ അഡ്മിഷൻ പ്രോസസ്സും റാങ്ക് ലിസ്റ്റും തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം വ്യാപകമായിട്ട് ഒരുപാട് കുട്ടികൾ ഈ ഒരു പ്രശ്നത്തെ പറ്റി സംസാരിക്കുകയും അതിനെതിരെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ മുന്നോടിയായിട്ടാണ് അതിൻ്റെ ഒരു റിസൾട്ട് പോലെയാണ് ഈ ഒരു കീം എക്സാമിൻ്റെ റിസൾട്ട് റദ്ദാക്കി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റിലും അതേപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ഒരു അനാസ്ഥ കാരണം ഒരുപാട് കുട്ടികളാണ് ഇതുപോലെ എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഈ കീം എക്സാം എഴുതിയിട്ട് ഇതിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ അഡ്മിഷനും കാത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു വർഷത്തെ കീം എക്സാം എഴുതിയ മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ മാക്സിമം ഈ ഒരു ന്യൂസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു കീം എക്സാമിനെ പറ്റിയിട്ട്, ഈ ഒരു റിസൾട്ടിലും അതുപോലെ തന്നെ വെയിറ്റേജിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് നമുക്ക് കണ്ടറിയാം.